ജീസു സ്ഥിരമായിട്ട് ഇവിടെ എത്താറുണ്ടോ എന്നൊക്കെ ഈച്ചയും ചേട്ടനോട് ചോദിക്കുകയാണ്. അവൾ എന്നും ഇവിടെ വരാറുണ്ടേ എന്നും അവളൊരു നോവലിസ്റ്റ് ആണെന്നുമുള്ള കാര്യമൊക്കെ ചേട്ടനായിരുന്നു അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ജിസുവിനെ കുറിച്ച് ഗൂഗിളിൽ നോക്കി കഴിയുമ്പോഴത്തേക്കും അവൾക്കൊരു അവാർഡ് കിട്ടിയതിനെ കുറിച്ചൊക്കെ അതിലുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നീ ആരെക്കുറിച്ചാണ് ഓർക്കുന്നതെന്നൊക്കെ അവർ ചോദിക്കുമ്പോഴത്തേക്കും അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് ബോയ് ഫ്രണ്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ ബോയ് ഫ്രണ്ടിനെയാണ് ഓർക്കുന്നതെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. കുറച്ച് കഷ്ടതയിലൂടെയൊക്കെയാണ് അവനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവാർഡിന്റെ കാര്യമൊന്നും അവനെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി വേണം അത് അവനോട് പറയുവാൻ. അപ്പോൾ അവനും ഒരുപാട് ഹാപ്പി ആകുമെന്നൊക്കെ അവളും പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു അവാർഡൊക്കെ കിട്ടിയ അന്നായിരുന്നു നമുക്ക് ബ്രേക്കപ്പ് ആകാമെന്നൊക്കെ അവനും അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൻ അവളെ ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന പ്രൈസ് മണി പോലും അവന് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ആ ഒരു പണം പോലും മേടിക്കാതെ പോയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അന്ന് ഇതൊന്നും മനസ്സിലാക്കുവാനായിട്ട് അവന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എല്ലാ കാര്യങ്ങളും അവന് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവനും അടുത്തുണ്ടായിരുന്ന ഒരു ലൈബ്രറിയിലേക്കൊക്കെ ഓടിച്ചെന്നിട്ട് അവൾ എഴുതിയ ബുക്കൊക്കെ എടുത്ത് വായിച്ചു നോക്കുന്നു. അങ്ങനെ ഇരിക്കെ ഇതിന് മുമ്പ് നടന്ന മറ്റൊരു സംഭവം കാണിക്കുകയാണ്. ഒരു നോവൽ എഴുതുമ്പോഴത്തേക്കും നിനക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഈജയും ഒരിക്കൽ അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവളും നോവലൊക്കെ വായിക്കുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് നഗ്നയായിട്ട് നിൽക്കുന്ന ഒരു രീതിയിലാണ് അവൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതായത് അവൾ എഴുതുന്ന നോവലിലൊക്കെ കുറച്ച് ഫിക്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ പല കാര്യങ്ങളും അവളുടെ ജീവിതത്തിൽ നിന്നും എഴുതിയിട്ടുണ്ടായിരുന്നതായിരുന്നു. ആ നോവലൊക്കെ വായിക്കുന്ന അവനും ഇതിനു മുമ്പ് അവൻ്റെയും അവളുടെ ലൈഫിൽ നടന്ന പല കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുകയാണ്. അതൊക്കെ വായിച്ചു കഴിയുമ്പോഴത്തേക്കും ആയിരുന്നു ശരിക്കും അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതിൻ്റെ അർത്ഥമൊക്കെ അവനും മനസ്സിലായത്. ഒരു ദിവസം ഇന്റർവ്യൂവിനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നെങ്കിലും തോറ്റിറങ്ങി വരുന്ന അവനും അവിടെ വെച്ച് ജിസുവിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ജിസുവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാകട്ടെ അവളുടെ കൂടെ തിയേറ്ററിൽ പോയി സിനിമയൊക്കെ കാണുവാനായിട്ട് താല്പര്യമുണ്ടെന്ന് അവളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും അവൾക്കന്ന് മറ്റൊരിടത്ത് പോകേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം അവൻ്റെ കൂടെ ചിലവഴിക്കുവാനായിട്ടായിരുന്നു അവൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് നടന്നു വരുമ്പോഴത്തേക്കും നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പലരും നിന്നെ നോക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോഴത്തെ അവളുടെ സാഹചര്യമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവൾക്ക് അവനേക്കാളും നല്ല ഒരാളെ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നീ എന്നെ ഉപേക്ഷിച്ച് പോയാലും എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ നിൽക്കുന്നുണ്ടെങ്കിലും നീ എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ അവളും അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒരാണ് അവൻ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ തന്നെ കളയും. പക്ഷെ ഒരിക്കലും അവളെ ഉപേക്ഷിച്ച് പോകുകയില്ല എന്നൊക്കെ അവൻ പറയുന്നു. ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാകുമെന്നൊക്കെ അവനും അവൾക്ക് വാക്ക് നൽകുന്നു. അവർ പരസ്പരം ഹഗ് ചെയ്തതിന് ശേഷം ഞാൻ നിന്നെ മാത്രമാണ് പ്രണയിക്കുന്നതെന്നൊക്കെ പറയുന്നുമുണ്ട്. സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ജീവൻ കളയുവാൻ പോലും തയ്യാറാണ് എന്നും സ്നേഹിച്ച പെണ്ണിനെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നും ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്നുമൊക്കെ അവൻ എനിക്ക് വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ അവളും അവളുടെ നോവലിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വായിക്കുന്ന അവനും കരയുകയാണ്. പിന്നീട് അവൻ അവിടെ നിന്ന് പോകുവാൻ തുടങ്ങുമ്പോഴത്തേക്കും മറ്റൊരു സംഭവം കൂടി അവൻ ഓർക്കുകയാണ്. ഇവരൊന്നിച്ച് ലൈബ്രറിയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവളും ഒരു പേനയൊക്കെ ചൂണ്ടി കാണിച്ചതിന് ശേഷം താൻ ഒരു റൈറ്ററൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പേന തനിക്ക് സൈൻ ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ടെന്നൊക്കെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ വലിയൊരു റൈറ്ററായി കഴിയുമ്പോഴത്തേക്കും നിനക്ക് ഈ പേന ഞാൻ സമ്മാനമായിട്ട് നൽകുന്നതായിരിക്കുമെന്നൊക്കെ അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അവൻ തന്നെ ആയിരുന്നു അന്ന് രാത്രി അവൾക്ക് ആ ഒരു പേനയൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. പേനയിലാകട്ടെ റൈറ്റർ എന്ന് പറഞ്ഞിട്ട് അവളുടെ പേരും എഴുതി ചേർക്കുന്നുണ്ട്. ജീസു റൈറ്റർ ആകണമെന്ന അവളുടെ സ്വപ്നമൊക്കെ യാഥാർത്ഥ്യമാക്കുമെന്ന വിശ്വാസമൊക്കെ അവനുണ്ടായിരുന്നെങ്കിൽ പോലും അവൻ ഒരിക്കൽ പോലും ആ ഒരു പേന അവൾക്ക് കൊടുക്കുവാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ജിസുവിനെ കാണുവാനായിട്ട് ജിസുവിന്റെ ചേട്ടനും ചേട്ടന്റെ വൈഫും മകളും കൂടി എത്തുകയാണ്. ഇതിനു മുമ്പും അവൻ ജിസുവിനെയും ചേട്ടനെയും കൂടി ആയിരുന്നു ഒന്നിച്ച് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവനാകട്ടെ അതൊരു ബ്ലൈൻഡ് ഡേറ്റ് ആണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവൾ അവാർഡൊക്കെ മേടിച്ചിട്ട് വന്നതായിരുന്നു അന്ന്. തന്റെ ഈഗോ കാരണമാണ് ഇതെല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നതെന്ന കാര്യമൊക്കെ അവനും മനസ്സിലാകുന്നു. പിറ്റേ ദിവസം ജിസു കടയിലെത്തി കഴിയുമ്പോഴത്തേക്കും അവൾക്ക് ടീ കൊടുക്കുന്ന കൂടെ ഒരു കേക്കും കൂടി അവൻ നൽകുകയാണ്. അവളുടെ നോവലൊക്കെ അവൻ വായിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അവളുടെ ഒരു ഫാനാണ് അവനെന്നുമുള്ള കാര്യമൊക്കെ അവനും പറയുന്നു. മാത്രമല്ല അവൻ്റെ കയ്യിൽ ഒരു നോവലൊക്കെ എഴുതുവാൻ പറ്റിയ കഥയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളുമായിട്ട് കൂടുതലായിട്ട് സംസാരിക്കുകയാണ്. അവനും അവൻ്റെ സ്റ്റോറി തന്നെ ആയിരുന്നു അതിൽ പറയുന്നത്. അതായത് അവൻ ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ചും അതിനുശേഷം മരണത്തെ കണ്ടുമുട്ടി ഓരോരോ ജീവിതങ്ങളിലേക്ക് അവൻ പോയതിനെക്കുറിച്ചുമൊക്കെ ആയിരുന്നു അവൻ പറഞ്ഞു കൊടുക്കുന്നത്. അവളും അവനോട് പേരൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഈശ എന്ന പേര് പറയാതെ ഇപ്പോൾ അവനുള്ള ശരീരത്തിന്റെ ഓണറിന്റെ പേരൊക്കെ ആയിരുന്നു അവൻ പറയുന്നത്. അവനും അങ്ങനെ കഥയൊക്കെ പറയുമ്പോഴത്തേക്കും അവന്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നത് പോലെയൊക്കെ ആയിരുന്നു അവൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ മരണം കുറച്ച് ക്രൂരയാണെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവനും അത് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മരണത്തെ കുറ്റപ്പെടുത്തുകയായിരുന്നു. ശരിക്കും ഇത് നീ എഴുതിയ കഥയല്ലേ, അപ്പോൾ ഇതിലെ കഥാപാത്രവും നീ എഴുതിയതല്ലേ, എന്നിട്ട് നീ അവരുടെ അടുത്താണ് ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജിസുവും ചിരിക്കുകയാണ്.
ജിസോന് ആ ഒരു കഥയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് കാണുമ്പോഴത്തേക്കും അതിന്റെ ബാക്കി കൂടി കേൾക്കാമെന്നൊക്കെ അവളും പറയുന്നു. ആ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറിന്റെ പേരൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവന് സ്വന്തം പേര് പറയുവാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ട് പേരിട്ടില്ല എന്നൊരു മറുപടി ആയിരുന്നു അവനും കൊടുക്കുന്നത്. അവളുടെ നോവലിൽ ഒരു സൈനൊക്കെ ഇട്ട് തരാമോ എന്ന് അവന് ചോദിക്കുമ്പോഴത്തേക്കും അവളും കയ്യിലുണ്ടായിരുന്ന പേനയൊക്കെ എടുക്കുകയാണ്. ആ ഒരു പേന തനിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരാൾ തന്നതാണെന്ന് അവളും പറയുന്നു. ഈച്ച മരിച്ചതിന് ശേഷം ഈച്ചയുടെ അമ്മ അവന്റെ സാധനങ്ങളൊക്കെ മാറ്റുന്ന സമയത്തായിരുന്നു ഈ ഒരു പേന അമ്മയുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലാകട്ടെ ജിസുവിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് ജിസുവിന് വേണ്ടി മേടിച്ചതാണെന്ന് മനസ്സിലാക്കുന്ന അമ്മയും അവളെ തന്നെ ഏൽപ്പിച്ചിട്ടുമുണ്ടായിരുന്നു. അന്നത്തെ ആ ഒരു ദിവസത്തിന് ശേഷം ജിസു വരുവാനായിട്ട് അവൻ സ്ഥിരമായിട്ടൊക്കെ കടയുടെ വെളിയിൽ കാത്തു നിൽക്കുവാൻ തുടങ്ങി. അവൾക്ക് കൂടുതലായിട്ടൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കുവാനും തുടങ്ങി. ഈ ഒരു കഥയിലെ മെയിൻ ക്യാരക്ടർ ഞാൻ ആയിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലെങ്കിലും അമ്മേനെ കാണുവാനായിട്ട് പോയേനെ. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിലെ ക്യാരക്ടർ അമ്മേനെ കാണുവാനായിട്ട് പോകാതിരുന്നതെന്നൊക്കെ ജിസു അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അമ്മേനെ കാണുകയാണെങ്കിൽ അവന് കൂടുതൽ വേദനയൊക്കെ തോന്നുന്നതായിരിക്കും. ആ ഒരു മുഖത്ത് നോക്കുവാൻ പോലും അവന് സാധിക്കുകയില്ല. അതുകൊണ്ടായിരുന്നു അമ്മേനെ അവൻ അവോയ്ഡ് ചെയ്യുന്നതെന്നൊക്കെ അവനും പറയുന്നു. ബാക്കി കഥയൊക്കെ നാളെ കേൾക്കാമെന്ന് പറഞ്ഞ് അവൾ പോകുമ്പോഴത്തേക്കും അവനും അവിടെ മഴയൊക്കെ പെയ്യുന്നത് കാണുന്നത് കൊണ്ട് തന്നെ ഒരു കുടയുമായിട്ട് അവളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അവൾക്ക് ജലദോഷമൊന്നും ഉണ്ടാകാതിരിക്കുവാനായിട്ട് ആ ഒരു കുട അവളെ ഏൽപ്പിച്ചതിന് ശേഷം അവനും തിരിച്ചു പോകുകയാണ്. അങ്ങനെ ഇരിക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു കസ്റ്റമറിന്റെ കൈ തട്ടി ഒരു ഗ്ലാസ് ഒക്കെ താഴെ പോകുമ്പോഴത്തേക്കും അവനും അതൊക്കെ പെറുക്കി വെക്കുകയായിരുന്നു. കുറച്ച് പോലീസ് വണ്ടിയുടെ ഒക്കെ ശബ്ദം കേൾക്കുന്ന അവനും വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവന്റെ ശ്രദ്ധയൊക്കെ മാറി ആ ഒരു കുപ്പിച്ചില്ലിൽ അവന്റെ കൈ കൊള്ളുകയാണ്. അങ്ങനെ അവന്റെ കയ്യിൽ നിന്നും രക്തവും വരുന്നു. എന്നാലും എത്ര പെട്ടെന്നാണ് ആളുകൾക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്നത്. അവൾ ഇത്തിരി മുമ്പേ അല്ലേ ഈ കഫേയിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിലും അവൾ സ്ഥിരമായിട്ട് ഇവിടെ വരാറുള്ള ആളല്ലേ എന്നൊക്കെ ചിലർ പറയുമ്പോഴത്തേക്കും ആർക്കോ ഒരാൾക്ക് ആക്സിഡന്റ് സംഭവിച്ചുവെന്നും അത് ജിസു ആയിരിക്കുമെന്നും ഒക്കെ അവനും വിചാരിക്കുകയാണ്. അങ്ങനെ അവനും അവളുടെ അടുത്തേക്ക് ഓടുന്നു. ഇതിനു മുമ്പ് അവൻ മരണത്തെ കണ്ട സമയത്ത് മരണം വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് ജിസു എഴുതിയതായിരുന്നു. ഇനിയുള്ള മരണങ്ങളാകട്ടെ ഏറ്റവും കൂടുതൽ വേദനാജനകമായിരിക്കുമെന്നൊക്കെ അവൻ്റെ അടുത്ത് മരണം പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെക്കുറിച്ചും അവൻ ഓർക്കുന്നു. അങ്ങനെ അവനും ജിസുവിൻ്റെ അടുത്തേക്കൊക്കെ ഓടുകയാണ്. ആക്സിഡന്റ് സംഭവിച്ച സ്ഥലത്തേക്കൊക്കെ അവൻ ഓടിയെത്തി കഴിയുമ്പോഴത്തേക്കും അവൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കൂടെയൊക്കെ അവിടെ കിടക്കുന്നത് അവൻ കാണുന്നു. എന്താണ് അവൾക്ക് സംഭവിച്ചത്? എനിക്ക് അവളുടെ മുഖം ഒന്ന് കാണുവാനായിട്ട് സാധിക്കുമോ? എന്നെ അകത്തേക്ക് കടത്തി വിടാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവനും ആകെ വിഷമിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുകയാണ്. പക്ഷെ അപ്പോഴായിരുന്നു കുറച്ച് അകലെയായിട്ട് ജിസു നിൽക്കുന്നതൊക്കെ അവനും കാണുന്നത്. ജിസുവിനെ കണ്ട് കഴിയുമ്പോഴാണ് അവനും ഒന്ന് ഓക്കെ ആകുന്നത്. അങ്ങനെ ഇരിക്കെ അവൻ്റെ കയ്യിൽ നിന്നും ചോരയൊക്കെ വരുന്നത് ജിസുവും കാണുന്നു. ആക്സിഡന്റ് സംഭവിച്ച പെൺകുട്ടിക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ജിസു അവൻ്റെ കയ്യിൽ മരുന്നൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചതെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അവൻ അതുപോലെയൊക്കെ റിയാക്ട് ചെയ്യണമെങ്കിൽ എത്രത്തോളം വേണ്ടപ്പെട്ട ഒരാളായിരിക്കും അതെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്ന് അവൾ പറയുകയാണ്. വേണ്ടപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഒരു വേദന എങ്ങനെ ഉണ്ടാകുമെന്ന കാര്യമൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്നെ കണ്ടപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് തന്നെ ആയിരുന്നു ഓർത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളും അറിയിക്കുന്നു. ഈച്ച മരിച്ച സമയത്ത് അവനെ ഒരു നോക്ക് കാണുവാനായിട്ട് അവൾ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തിയതും അവിടെയുള്ള ഓരോരുത്തരെ വിളിച്ച് കരഞ്ഞതും എല്ലാം തന്നെ അവൾ ഇന്നലെ നടന്ന കാര്യമെന്ന രീതിയിൽ ഓർത്തിരിക്കുകയാണ്. അവളും ഇത്രയും കാലമായിട്ടും അതിൽ നിന്നും മുക്തയായിട്ടില്ല. ഞാനും നിന്നോട് കഥയുടെ ബാക്കിയൊക്കെ പറയാമെന്ന് അവൻ പറയുമ്പോഴത്തേക്കും ഇനി ഒരിക്കലും നിന്റെ കടയിലേക്ക് ഞാൻ എത്തുകയില്ല. നിന്നോട് സംസാരിക്കുമ്പോഴെല്ലാം തന്നെ ഞാൻ മറ്റൊരാളെക്കുറിച്ചാണ് ഓർക്കുന്നത്. അവനെ ഞാൻ കൂടുതലായിട്ട് മിസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിനി കണ്ടുമുട്ടുകയില്ല എന്നൊക്കെ അവളും പറയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.